നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുന്നത് എന്താണ്? അതെവിടെയാണ്? അതിനായി നമ്മൾ കാത്തിരിക്കുകയല്ല വേണ്ടത്, ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം. ഒരു ജപ്പാൻ പഴമൊഴിയുണ്ട്, നിങ്ങൾ 7 തവണ വീണാൽ 8 തവണ എഴുന്നേൽക്കും. ജീവിതത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ കൈക്കലാക്കിയവർ, സ്വന്തം പ്രാവീണ്യം തെളിയിച്ചവർ, സ്വന്തം കഴിവുകൊണ്ട് പേരും പ്രശസ്തിയും നേടിയവർ, അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, നമ്മൾ ചെയ്യാത്തത് എന്താണ് അവർ ചെയ്തത്? അവരാരും തന്നെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നേടിയവരോ പ്രശസ്തരായവരോ അല്ല. അവരുടെയൊക്കെ വിജയത്തിന് പിന്നിലുള്ള അവരുടെ നിരന്തരമായ പരിശ്രമം, അതിനായി അവർ കൈക്കൊണ്ട ജീവിത രീതികൾ, ത്യാഗം, ഉപേക്ഷിച്ച ഇഷ്ടങ്ങൾ, ശീലങ്ങൾ, അവരുടെ കഠിനമായ പരിശ്രമവും അധ്വാനവും. പെട്ടെന്ന് തന്നെ ആരും വിജയികളായി മാറുന്നില്ല. നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമാണ് ഓരോന്നും. അവർ തോറ്റുപോകുമോ എന്ന് ഭയന്നില്ല, തോറ്റുപോയെടുത്ത് തന്നെ നിന്നില്ല. തെറ്റുപറ്റുമോ എന്നവർ ആശങ്കപ്പെട്ടില്ല. എനിക്കതിന് കഴിയുമോ എന്ന് ചിന്തിച്ച് സമയം കളഞ്ഞതുമില്ല. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചിന്തിച്ച് തല പുണ്ണാക്കിയുമില്ല. തെറ്റുകളിൽ നിന്ന് ഹിറ്റുകളിലേക്ക് എന്നതായിരുന്നു അവരുടെ പ്രമാണം. സ്വയം ശക്തി പ്രാപിക്കുക, പ്രയാണം തുടരുക. നിങ്ങളെക്കുറിച്ചും ഈ ലോകം സംസാരിക്കും, തീർച്ചയായും സംസാരിക്കണം. സാധാരണ മനുഷ്യർ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ലോകം ഏറ്റെടുക്കും, പാടി നടക്കും. അവഗണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിഹാസങ്ങൾ തന്നെയാണ്. അവഗണിക്കപ്പെടേണ്ട പരിഹാസങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നവരാണ് നമ്മൾ ഒട്ടുമിക്കവാറും എല്ലാവരും.